ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കർഷക കോൺക്ലേവ് നടന്നു. ജില്ലയിലെ വിവിധ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംവദിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു.ഡി.എഫിന്റെ നിലപാട് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. കോൺക്ലേവിൽ മോഡറേറ്ററായി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി വിഷയത്തിലടക്കം വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നിർമ്മാണ നിരോധനമടക്കം ഏർപ്പെടുത്തി ഇടത് സർക്കാർ ജില്ലയിലെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയെന്നും ജില്ലയ്ക്ക് മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും വാദം. ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രശ്നപരിഹാരത്തിനുള്ള പൊതുസംവാദ വേദിയായിട്ടാണ് കർഷക കോൺക്ലേവിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത്. കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംവദിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു.ഡി.എഫിന്റെ നിലപാട് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. കോൺക്ലേവിൽ മോഡറേറ്ററായി. കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, കർഷക സംഘടനാ ഭാരവാഹികൾ, മത സാമുദായിക പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്ത ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ പള്ളി പാരിഷ് ഹാളിലാണ് കർഷക കോൺക്ലേവിനുള്ള വേദിയൊരുക്കിയിരിക്കുന്നത്. ഡി.സി.സി പ്രസിഡന്റ് സി.പി. മാത്യു, യു.ഡി.എഫ് ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി തുടങ്ങി കോൺഗ്രസിന്റെയും യു.ഡി.എഫിലെയും വിവിധ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുത്തു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴും തദ്ദേശ, നിയമ, സഭാ തിരഞ്ഞെടുപ്പുകൾ അടുക്കെ ജില്ലയിലെ ഭൂവിഷയങ്ങളെ വീണ്ടും സജീവ ചർച്ചയാക്കാനും കോൺക്ലേവിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി.